നമസ്കാരം. സിറിയൻ പ്രസിഡന്റ് ബാസാർ അൽ അസാദ് 1972 മുതൽ 2024 വരെ തുടർന്ന അദ്ദേഹത്തിന്റെ ബാത്ത് പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. 1972 ബാഷർ അൽ അസാദിന്റെ പിതാവ് സ്ഥാപിച്ച ആ ഭരണം 2000 മുതൽ ബാഷർ അൽ അസാദാണ് നോക്കി നടത്തിയിരുന്നത്. അച്ഛനും മകനും കൂടി ഏകദേശം 50 കൊല്ലത്തിലധികം ഭരിച്ച ആ സിറിയയിൽ നിന്ന് എന്തുകൊണ്ട് ആസാദിനെ ഓടി രക്ഷപ്പെടേണ്ടി വന്നു? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന ആദ്യത്തെ പേര് അബു മുഹമ്മദ് അൽ ജൊലാനിയുടെ പേരാണ്. അബു മുഹമ്മദ് അൽ ജൊലാനി ജനിക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദിലാണ്. അവിടെ ഒരു എഞ്ചിനീയറുടെ മകനായി ജനിച്ച ജൊലാനി അദ്ദേഹത്തിന്റെ ബാല്യകാലം ചെലവഴിച്ചത് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ്. ഡമാസ്കസിൽ ആ സമയത്ത് ന്യൂനപക്ഷമായ ഷിയ വിഭാഗത്തിന്റെ ഒരു വിഭാഗം മാത്രമായ അൽവൈറ്റുകളുമായി ബന്ധപ്പെട്ട ഒരു ഭരണമാണ് നിലവിലുള്ളത്. സിറിയയുടെ എല്ലാ അധികാര കേന്ദ്രങ്ങളിലും, പ്രത്യേകിച്ച് സൈന്യത്തിലും പോലീസിലും അതുപോലെ നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളിലൊക്കെയും ഈ പ്രസിഡന്റിന്റെ കുടുംബവുമായി കണക്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് സകല അധികാരമുള്ളത്. ആ കാഴ്ച കണ്ട് വളർന്ന ഈ ജൊലാനി 2003 തുടക്കത്തിൽ ഇറാഖിലേക്ക് മൂവ് ചെയ്തു. ഇറാഖിൽ അമേരിക്കയുടെ അധിനിവേശം ആരംഭിക്കുന്നതിന് തൊട്ടു മുന്നെയാണ് ജൊലാനി ഇറാഖിലെത്തിയത്. അവിടെ എത്തി അധികം നാൾ കഴിയും മുമ്പ് തന്നെ ഇറാഖി അധികാരികളുടെ പിടിയിൽപ്പെടുകയും കുപ്രസിദ്ധമായ ബുക്ക ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ആ ജയിലിൽ വളരെ പ്രമുഖനായ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അതാണ് അബൂബക്കർ അൽ ബാഗ്ദാദി. അബൂബക്കർ അൽ ബാഗ്ദാദി അൽ ഖ്വയ്ദയുമായി കണക്ട് ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു തീവ്ര മതവിശ്വാസിയാണ്. ആ തീവ്ര മതവിശ്വാസിയുമായി ബുക്ക ജയിലിൽ വെച്ച് പരിചയത്തിലായ ജൊലാനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നേരെ പോയത് അൽ ഖ്വയ്ദയിലേക്കാണ്. അൽ ഖ്വയ്ദയിൽ ജൊലാനി എത്തുമ്പോൾ അൽ ഖ്വയ്ദയുടെ സമ്പൂർണ്ണ നിയന്ത്രണവും ബാഗ്ദാദിയുടെ കയ്യിലാണ്. ബാഗ്ദാദി ആ സമയത്ത് ശരിക്കും ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓട്ടോമൻ തുർക്കികൾ സ്ഥാപിച്ചിരുന്ന ഖിലാഫത്ത് പോലെ അതിവിശാലമായ ഒരു ഖിലാഫത്ത് ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹമാണ് അന്ന് അൽ ഖ്വയ്ദ തലവനായ ബാഗ്ദാദിക്ക് ഉണ്ടായിരുന്നത്. സ്വന്തം ഖിലാഫത്ത് സ്ഥാപിച്ചിരിക്കുന്ന ബാഗ്ദാദി അമീർ എന്നുള്ള ആ അധികാര പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ്. അമീറായ ബാഗ്ദാദി തന്നെ വന്നു കണ്ട ജൊലാനിയെ അയച്ചത് ഇറാഖിലെ മൊസൂളിലേക്കാണ്. മൊസൂളിൽ എത്തിയ ജൊലാനി യുഎസിനും അതുപോലെ ഇറാഖി ഭരണകൂടത്തിനും തികച്ചും ബുദ്ധിമുട്ടേറിയ ഒരുപാട് ദിവസങ്ങളാണ് സൃഷ്ടിച്ചത്. ജൊലാനിയുടെ പ്രത്യേകത സൂയിസൈഡ് ബോംബിംഗ് ആണ്. ഒരുപാട് അമേരിക്കൻ ഭടന്മാർ, ഒരുപാട് ഇറാഖി ഭരണാധികാരികൾ ഒക്കെ ആ കാലഘട്ടത്തിൽ ചാവേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിൽ ആവേശഭരിതനായ ബാഗ്ദാദി ജൊലാനിയെ അവിടെ നിന്ന് നേരെ അയച്ചത് സിറിയയിലേക്കാണ്. വളരെ വിശാലമായ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് കെട്ടിപ്പടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ബാഗ്ദാദി അതിന് പറ്റുന്ന കപ്പാസിറ്റി സാക്ഷാൽ ജൊലാനിയിൽ കണ്ടതുകൊണ്ടാണ് സിറിയയിലേക്ക് ജൊലാനിയെ അയക്കുന്നത്. സിറിയയിലെത്തിയ ജൊലാനി ഇറാഖിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവിടെ ആവർത്തിക്കുകയായിരുന്നു. ശരിക്കും ബ്രൂട്ടൽ എന്ന് വിളിക്കാൻ കഴിയുന്ന ചാവേർ ബോംബ് സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര തന്നെ സിറിയയിൽ എമ്പാട് സൃഷ്ടിച്ചുകൊണ്ട് ജൊലാനി അയാളുടെ വരവ് അവിടെ എല്ലാവരും അറിയിച്ചു എന്ന് പറയാം. ശരിക്കും സിറിയൻ പ്രസിഡന്റ് ആസാദ് അയാൾക്കെതിരെയുള്ള സകല എതിർപ്പുകളെയും അതിക്രൂരമായി അടിച്ചമർത്തുകയും ശരിക്കും സമാധാനപരമായി പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ആളുകളെ പോലും ക്രൂരമായി ശിക്ഷയ്ക്ക് വിധേയരാക്കാൻ വേണ്ടി ജയിലറുകൾ അടക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആസാദിനെതിരായിട്ടുള്ള ജൊലാനിയുടെ സംഘത്തിന്റെ ആ പ്രവർത്തനം പെട്ടെന്ന് തന്നെ പലരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. സമാനതകളില്ലാത്ത ശൈലിയിൽ ചാവേർ ബോംബ് സ്ഫോടനങ്ങൾ ഇഷ്ടംപോലെ നടന്ന ആ കാലഘട്ടത്തിൽ ആ ബോംബിങ്ങിനെയും ആ കൊലപാതകങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ജൊലാനി പുറത്തിറക്കുകയുണ്ടായി. ജൊലാനി ആ വീഡിയോയിൽ അസന്നിഗ്ധമായി പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നിർത്താൻ അള്ളാഹു നേരിട്ടൊന്ന് പറയുകയോ അല്ലെങ്കിൽ ആയുധങ്ങൾ വഴി നമ്മൾ അവസാനിപ്പിക്കുകയോ ചെയ്യേണ്ടി വരുമെന്നാണ്. അതല്ലാതെ ഒരു കാരണവശാലും ആസാദ് സർക്കാരിന്റെ കിരാതമായ നടപടികൾക്കെതിരെ വെറുതെ ഇരിക്കാൻ തന്നെ കൊണ്ട് പറ്റില്ലെന്ന് ജൊലാനി അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവം വ്യക്തമാക്കിയതാണ്. ഈ സമയത്ത് ജൊലാനിയുടെ സംഘടനയുടെ പേര് ജാബത്ത് അൽ നുസ്ര എന്നാണ്. ജാബത്ത് അൽ നുസ്രയ്ക്ക് ജന്മം കൊടുത്തത് സാക്ഷാൽ ബാഗ്ദാദിയാണ്. 2012 ആയപ്പോൾ ബാഗ്ദാദി
ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ്. ഇറാഖ് വീണ് കഴിഞ്ഞിരിക്കുകയാണ്. ഇറാഖിനകത്ത് എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്. ഇറാഖിലെ ഒരുപാട് സ്ഥലം ബാഗ്ദാദിയുടെ ടീമംഗങ്ങൾ കൈയടക്കി കഴിഞ്ഞു. ഇറാഖുമായി ബന്ധപ്പെട്ട എണ്ണപ്പാടങ്ങളും എണ്ണ ശുദ്ധീകരണശാലകളും ഒക്കെ ബാഗ്ദാദിയുടെ ആ സേന കൈയടക്കിയപ്പോൾ അവർ കൈയടക്കിയ സ്ഥലത്തിന് അവർ ഇട്ട പേര് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബാഗ്ദാദിക്ക് ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് കടക്കണം, അതുപോലെ ലബനോണിലേക്ക് കടക്കണം, അതുപോലെ ജോർദാനിലേക്ക് കടക്കണം. ബാഗ്ദാദിന്റെ ലക്ഷ്യം വളരെ വളരെ വലുതാണ്. ഓട്ടോമൻ തുർക്കികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അങ്ങ് സ്പെയിൻ മുതൽ ഇങ്ങ് ഈജിപ്റ്റ് വരെ ഉണ്ടായിരുന്ന ആ സാമ്രാജ്യം, ആ ഖിലാഫത്ത് അതുപോലെ പുനഃസൃഷ്ടിക്കുക എന്നുള്ളതാണ് ബാഗ്ദാദിന്റെ ലക്ഷ്യം. ആ പുനഃസൃഷ്ടിക്കപ്പെടുന്ന ഖിലാഫത്തിന്റെ ഭാഗമായിട്ട് അനവധി സ്റ്റേറ്റുകൾ വേണം. ആ സ്റ്റേറ്റുകളിൽ ഒരെണ്ണം സിറിയയിലായിരിക്കും, ഒരെണ്ണം ഇറാഖിലായിരിക്കും, ഒരെണ്ണം ജോർദാനിലായിരിക്കും, ഒരെണ്ണം ഈ പറഞ്ഞ പോലെ ലബനോണിലായിരിക്കും. അങ്ങനെ പല സ്ഥലത്തായി ഇസ്ലാമിക് സ്റ്റേറ്റുകൾ ഉണ്ടാവണം. ആ മൊത്തം സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആളായി അമീർ എന്ന നിലയിൽ താൻ മാറണം. ഇതൊക്കെയാണ് ബാഗ്ദാദിയുടെ സ്വപ്നം. ബാഗ്ദാദിയുടെ ആ സ്വപ്നത്തോട് വൈമുഖ്യമുള്ള ഒരാളായി ഈ സമയത്ത് ജൊലാനി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷേ ജൊലാനിയുടെ മാറ്റം തിരിച്ചറിയാതെ ബാഗ്ദാദി 2014 ഒരു വീഡിയോ റിലീസ് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കൂട്ടത്തിലെ ധീരനായ ഒരു പോരാളിയാണ് ജൊലാനി. ജൊലാനിയും ധീരരായ കുറെ ചെറുപ്പക്കാരെയും ഇറാഖിൽ നിന്ന് ഞങ്ങൾ സിറിയയിലേക്ക് വിട്ടിരിക്കുകയാണ്. അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ഏകീകരിക്കുകയും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജൊലാനിയുടെ ചുമതല. ജൊലാനിയെ താനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി ലോകത്തെ അറിയിക്കുന്ന ആ വീഡിയോ ബാഗ്ദാദി റിലീസ് ചെയ്ത് കഴിഞ്ഞതും ജൊലാനി മറ്റൊരു വീഡിയോയിലൂടെ ലോകത്തോട് പറഞ്ഞു, ഞങ്ങൾ ഇനി മുതൽ സവാഹിരിയാണ് നേതാവായി കാണുക. ബാഗ്ദാദിയുമായിട്ടുള്ള ബന്ധവും ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. 2014 ജൊലാനി ഈ വീഡിയോ മെസ്സേജ് പുറത്തിറക്കുമ്പോൾ അൽ ഖ്വയ്ദയുടെ തലവൻ സവാഹിരിയാണ്. ആ സമയത്ത് അൽ ഖ്വയ്ദ എന്ന് മാറി ഇസ്ലാമിക് സ്റ്റേറ്റ് സാക്ഷാൽ ബാഗ്ദാദി സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അൽ ഖ്വയ്ദ ഇസ്ലാമിക് സ്റ്റേറ്റുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് തികച്ചും വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റിയുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള സിസ്റ്റമാണെന്ന് ബാഗ്ദാദിയും ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ തിരിഞ്ഞിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിനോട് ബന്ധമുള്ള ആളായി നിന്നാൽ തൻ്റെ ഭാവി അപകടത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞ ജൊലാനി ഒരു യു-ടേൺ ശരിക്കും അങ്ങ് അടിച്ചതാണ്. ആ യു-ടേൺ അടിക്കാൻ യഥാർത്ഥത്തിൽ ജൊലാനിക്ക് പ്രേരണ നൽകിയത് സാക്ഷാൽ സവാഹിരിയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമായി നിന്നാൽ US ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്ന് അൽ ഖ്വയ്ദയെ അവസാനിപ്പിക്കുമെന്ന് സവാഹിരിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് സവാഹിരി ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് ഒന്ന് പിന്മാറിയത്. സവാഹിരിയിൽ നിന്ന് ആ പാഠം പഠിച്ച ജൊലാനി അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് ആ പ്രസ്താവന ഇറക്കിയത്. ഞങ്ങൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ഒരു ബന്ധവുമില്ല. പ്രസ്താവന വളരെ വ്യക്തമാണ്. 2014 ജൊലാനി ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന സമയത്ത് ജൊലാനിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൂർണ്ണമായും അൽ ഖ്വയ്ദയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ആശയങ്ങളിൽ അധിഷ്ഠിതമാണ്. അൽ ഖ്വയ്ദയുടെ ശരിയത്ത് നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു രാജ്യമാണ്, ഒരു സാമ്രാജ്യമാണ്, ഒരു ഖിലാഫത്താണ് യഥാർത്ഥത്തിൽ ജൊലാനിയുടെ സ്വപ്നം എന്ന് പറയുന്നത്. അൽ ഖ്വയ്ദയുടെ ശരിയത്ത് നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു വലിയ ഖിലാഫത്തിനകത്ത് ചെറിയ ചെറിയ സ്റ്റേറ്റുകൾ, ആ സ്റ്റേറ്റുകൾ ഒന്ന് സിറിയയിലാകും. നേരത്തെ ബാഗ്ദാദി സ്വപ്നം കണ്ട ശൈലിയിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്റ്റേറ്റുകൾ, അതുതന്നെയാണ് ഇവിടെ ജൊലാനി സ്വപ്നം കാണുന്നത്. പക്ഷേ ജൊലാനിയുടെ സ്വപ്നത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിലെ നിയമം പൂർണ്ണമായും ശരിയത്ത് ബേസ് ചെയ്തായിരിക്കും. ആ ശരിയത്ത് നിയമം ശരിക്കും ശരിയായി നടപ്പിലാക്കണമെങ്കിൽ ആ സമയത്ത് സിറിയയിൽ അധികാരത്തിലുള്ള ആസാദിനെ അട്ടിമറിക്കേണ്ടി വരും. ആസാദ് ഷിയ വിഭാഗത്തിലെ ഒരു ചെറിയ സംഭവമായ അലാവൈറ്റ് എന്ന ഒരു സെക്ഷന്റെ മാത്രം പിന്തുണയുള്ള നേതാവാണ്. പക്ഷേ ആസാദ് ആ അലാവൈറ്റുകളെ സിറിയയിലെ ഏറ്റവും സ്വാധീനമുള്ള സംവിധാനമാക്കി കഴിഞ്ഞ 50 കൊല്ലം കൊണ്ട് മാറ്റിയെടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും സൈനിക മേഖലകളിലും ഭരണത്തിന്റെ എല്ലാ സ്ഥിരാകേന്ദ്രങ്ങളിലും അലാവൈറ്റുകളാണ് സിറിയയിൽ നേതൃത്വം വഹിക്കുന്നത്. ആ അലാവൈറ്റുകളെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ സിറിയയിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കാൻ കഴിയൂ എന്നുള്ള ഒരു വിശ്വാസമാണ് ജൊലാനിക്ക് ഈ 2014 ഉള്ളത്. ആ സ്വപ്നം നടപ്പിലാക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോകൾ നിരന്തരമായി ജൊലാനി പുറത്തിറക്കി. ജൊലാനിയുടെ ആ വളർച്ച സ്വാഭാവികമായും പല മേഖലകളിലുമുള്ള ചെറുപ്പക്കാരായ തീവ്ര മുസ്ലിം മൈൻഡ് സെറ്റുള്ള മിലിറ്റൻസായ
ആളുകളെ ജൊലാനിയുടെ സംഘടനയിലേക്ക് ആകർഷിച്ചു. അങ്ങനെ ജൊലാനിയുടെ സംവിധാനത്തിലേക്ക് ഒഴുകിയെത്തിയ ആളുകളിൽ പലരും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാഖിൽ നിന്നുമാണ് എത്തിയത്. ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്തിയ ആ മിലിറ്റൻസിന് ശരിക്കും നന്നായിട്ട് ആയുധം ഉപയോഗിച്ച് പരിചയമുണ്ട്. വളരെ ഹാർഷായിട്ടുള്ള കണ്ടീഷൻസിൽ ജീവിച്ചും പോരാടിയും വളർന്ന ആളുകളാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാഖിൽ നിന്നും ജൊലാനിക്കൊപ്പം എത്തിയത്. അവർ കൂടി എത്തിയോടുകൂടി ജൊലാനിയുടെ അധീനതയിലുള്ള മേഖലകളിൽ ജൊലാനി അതിശക്തമായി ശരീഅത്ത് നിയമം നടപ്പിലാക്കി തുടങ്ങി. ശരീഅത്ത് നിയമത്തിന് എതിരായി ജീവിക്കുന്ന ആളുകൾക്ക് കഠിനമായി ശിക്ഷ കൊടുക്കുന്ന ഒരു രീതി ജൊലാനി വളരെ ഭംഗിയായിട്ട് അങ്ങ് നടപ്പിലാക്കി. ഭംഗിയായി നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ ആ നടപ്പിലാക്കുന്നതിന്റെ കൂട്ടത്തിൽ പരസ്യമായ ശിരച്ഛേദനവും ഉണ്ട്. ചന്തകൾ പോലുള്ള സ്ഥലങ്ങളിൽ ആളുകൾ കൂടി നിൽക്കുമ്പോൾ ശരീഅത്ത് നിയമം അനുസരിക്കാത്ത ആളുകളെ പരസ്യമായി തലവെട്ടി ശരീഅത്ത് നിയമം അനുസരിക്കാൻ ആളുകളിൽ ഒരു പ്രേരണ ഉണ്ടാക്കുന്ന രീതിയാണ് അൽ നുസ്രയുടെ ബാനറിൽ ജൊലാനി യഥാർത്ഥത്തിൽ ചെയ്തത്. 2014 2016 ഇടയിൽ ജൊലാനിയുടെ സംഘടനയെ അങ്ങനെ ശക്തമായി വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലോകം മുഴുവൻ ഒറ്റ വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ തകർക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യം. യുഎസിന്റെയും അതുപോലെ സഖ്യ സേനയുടെയും ഒത്തിരിയേറെ സൈന്യം ഇസ്ലാമിക് സ്റ്റേറ്റിന് ചുറ്റുമായിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ തകർക്കാൻ വേണ്ടി യുഎസും സഖ്യസേനകളും അതിശക്തമായ ആക്രമണമാണ് ഈ കാലഘട്ടത്തിൽ ഇറാഖിലും സിറിയയിലുമായി പടർന്ന് പന്തലിച്ച ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ നടത്തിയത്. ആ യുദ്ധത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഭാഗഭാക്കാകാതിരിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം ജൊലാനി എടുത്തു. ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നീട് നമുക്ക് അപ്പ് ചെയ്യാം. 2016 ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായിട്ടുള്ള ആ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് സിറിയയിൽ തന്നെ തന്റേതായ ഒരു സാമ്രാജ്യം ബിൽഡ് ചെയ്യുകയാണ് ജൊലാനി. ആസാദിന്റെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റുകാർ നടത്തിക്കൊണ്ടിരുന്നത്. സിറിയയിലെ ഭരണം 1972 മുതലേ കൈയാളുന്ന ആസാദ് കുടുംബത്തെ അട്ടിമറിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാനായി ഇറങ്ങിയ ആ ആളുകൾക്കെതിരെ അതിശക്തമായ ഒരു പോരാട്ടമാണ് ആസാദിന്റെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് റഷ്യ വൻതോതിൽ ആധുനിക ആയുധങ്ങൾ സിറിയയ്ക്ക് സപ്ലൈ ചെയ്തത്. സിറിയയ്ക്ക് റഷ്യൻ ആയുധങ്ങളുടെ വൻ ശേഖരം കിട്ടിയതും ഇറാൻ സിറിയയ്ക്ക് അകത്ത് തന്നെ തമ്പടിച്ചിരിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് വൻതോതിൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്തു. ആസാദിന്റെ ആ അലാവിറ്റുകൾ അടങ്ങിയ കേന്ദ്രസേന ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പൊരുതുന്ന അതേ സമയത്ത് റഷ്യൻ ആയുധങ്ങൾ എത്തുകയാണ്. അതേ സമയത്ത് തന്നെ ഹിസ്ബുള്ള വൻതോതിൽ ആസാദിനെ സഹായിച്ചുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പോരാടി തുടങ്ങി. 2016 സിറിയയുടെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ഈ ആലപ്പോയും അതുപോലെ ഹമയും ഹോംസും ഒക്കെ ശരിക്കും ഇസ്ലാമിക് സ്റ്റേറ്റുകാരുടെ അധീനതയിലാണ്. ഈ ഹോംസും ഹമയും ആലപ്പോയും തിരിച്ചു പിടിക്കാനായി ഹിസ്ബുള്ളയും അതുപോലെ ഇറാൻ സഹായത്തോടുകൂടി ഷിയ മിലിറ്റൻസും ആസാദിന്റെ സേനയും ഒന്നിച്ച് ഒരു പരിശ്രമം നടത്തിയപ്പോൾ അവർക്ക് ഈ ഭാഗങ്ങളിലുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിനെ അവിടുന്ന് തുരത്താൻ പറ്റി. സിറിയൻ സേനയും ഇറാൻ സപ്പോർട്ടുള്ള ഷിയ മിലിറ്റൻസും ഹിസ്ബുള്ളയും എല്ലാം ചേർന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ന്ന മുകളിലോട്ട് ഇങ്ങനെ തൂത്തു തുടച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ സേന ഇവിടെ ആലപ്പൂരിലെത്തി. ആലപ്പൂരിൽ ആ സേന എത്തുന്ന സമയത്ത് ഇവിടെ ഈ ഇദ്ലിബിലാണ് ജൊലാനിയുടെ സംവിധാനങ്ങൾ മുഴുവനുള്ളത്. ആസാദിന് ഇനി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജൊലാനിയെ അവിടെ നിന്ന് തുരത്തുക. ബാക്കി ആ സിറിയക്കകത്തുള്ള എല്ലാ ആളുകളെയും ആസാദിന്റെ ആ സേന തുരത്തി കഴിഞ്ഞു. ജൊലാനിയെ ഈ ഇദ്ലിബിൽ ശരിക്കും ഒരു കോട്ട കെട്ടിയിരിക്കുകയാണെന്ന് പറയാം. അയാളുടെ എൻ്റെ സംവിധാനം ഈ ഇദ്ലിബിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 2016 വൻ സേനയാണ് ആലപ്പുഴയിൽ ആസാദ് എത്തിച്ചത്. ആ സമയത്താണ് ഈ മുകൾ ഭാഗത്തുള്ള തുർക്കി സ്പോൺസർ ചെയ്യുന്ന ആളുകൾ അകത്തുള്ളത് കൊണ്ട് തുർക്കി പറഞ്ഞു ഇദ്ലിബിലേക്ക് കടക്കണ്ട. ഇദ്ലിബിൽ നിന്ന് അല്പം മാറി റഷ്യയുടെ സൈനിക കേന്ദ്രമുണ്ട്, അവരും ആസാദിനോട് പറഞ്ഞു ഇദ്ലിബ് തൊടണ്ട. 2016 റഷ്യയുടെയും തുർക്കിയുടെയും ആ വിരട്ടലിൽ വിരണ്ടുപോയ ആസാദ് അവർ പറഞ്ഞതനുസരിച്ച് ഇദ്ലിബിലേക്ക് സൈന്യത്തെ മൂവ് ചെയ്യിക്കാത്തത് കൊണ്ട് ആസാദിന് 8 കൊല്ലം കഴിഞ്ഞപ്പോൾ നഷ്ടമായത് സ്വന്തം സാമ്രാജ്യമാണ്. 2016 ശരിക്കും ഒരു ലൈഫ് ലൈൻ കിട്ടിയ കക്ഷിയാണ് ഈ ജൊലാനി. ആ ലൈഫ് ലൈൻ ജൊലാനിക്ക് കൊടുത്തത് റഷ്യയും തുർക്കിയും ചേർന്നാണ്. ആ ലൈഫ് ലൈൻ കിട്ടിയ ജൊലാനി 2016 മുതൽ ഇദ്ലിബിൽ ശരിക്കും ഒരു അമീറായിട്ട് അങ്ങ് വളരുകയാണ്. ഇദ്ലിബിലുള്ള ജൊലാനിക്കൊപ്പം സിറിയൻ നാഷണൽ ആർമിയും ചേരുന്നത് അപ്പോഴാണ്.
ഈ സിറിയൻ നാഷണൽ ആർമി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സിറിയൻ ദേശീയതയുമായി ബന്ധപ്പെട്ട ഒരു സേനയാണെന്ന്. യഥാർത്ഥത്തിൽ അത് തുർക്കിയിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു സൈനിക സംഘടനയാണ്. പക്ഷെ അവരുടെ പേര് ഇതാണ്, സിറിയൻ നാഷണൽ ആർമി. സിറിയൻ നാഷണൽ ആർമി കൂടി ഇദ്ലിബിലേക്ക് എത്തി. അവരെത്തിയ സമയത്ത് സിറിയയിൽ പല ഭാഗത്തുണ്ടായിരുന്ന ഫ്രീ സിറിയൻ ആർമി എന്ന് പറയുന്ന മറ്റൊരു മിലിറ്റന്റ് ഗ്രൂപ്പ് കൂടി ഇദ്ലിബിലേക്ക് വന്നു. ഇദ്ലിബിൽ സ്വാഭാവികമായും ജോലാനിയുടെ ആ സംഘബലം വർദ്ധിച്ചു തുടങ്ങി. സിറിയൻ നാഷണൽ ആർമി എന്നും ഫ്രീ സിറിയൻ ആർമി എന്നൊക്കെ പറഞ്ഞ് മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇദ്ലിബിൽ ജൊലാനിക്കൊപ്പം ചേർന്നപ്പോൾ ജൊലാനി ഒരു കാര്യം തിരിച്ചറിഞ്ഞു. അയാളുടെ അൽ ഖ്വയ്ദ ടാഗ് അയാൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ പണി തരുമെന്ന്. അത് മനസ്സിലാക്കിയ ജൊലാനി അതുവരെയും അയാൾ മാറ്റാതെ കൊണ്ടു നടന്ന ആ സംഘടനയുടെ പേര് അങ്ങ് മാറ്റി. അയാളുടെ സംഘടനയുടെ പേര് അതുവരെയും ജാബ്ഹാത്ത് അൽ നുസ്ര എന്നാണ്. ഫത്തേ അൽ ഷാം എന്ന പേരാണ് അയാൾ പുതുതായി അയാളുടെ സംഘടനയ്ക്ക് ഇട്ടത്. എന്നാൽ തൊട്ടടുത്ത വർഷം 2017 ജൊലാനി ആ ഫത്ത അൽ സലാമിനെ അങ്ങ് പിരിച്ചുവിട്ടിട്ട് ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. നേരത്തെ ജബാത്ത് അൽ നുസ്രയെ ഈ ഫത്ത അൽ സലാമായി കൺവെർട്ട് ചെയ്താണ്. ഇപ്പൊ അതിനങ്ങ് പിരിച്ചുവിടുകയാണ്. പിരിച്ചുവിട്ടിട്ട് അയാൾ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ആ സംഘടനയുടെ പേരാണ് ഹയാത്ത് തഹ്റിൻ അൽ ഷാം. അത് നമുക്ക് ചുരുക്കി HTS എന്ന് വിളിക്കാം. സിറിയ വീണ്ടെടുക്കാനുള്ള ഒരു സംഘടന എന്നതാണ് ആ പദത്തിന്റെ യഥാർത്ഥ അർത്ഥം. HTS രൂപീകരിച്ച ജൊലാനി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ചില കാര്യങ്ങൾ വ്യക്തമാക്കി. ഞങ്ങൾക്ക് അൽ ഖ്വയ്ദയുമായി ഒരു ബന്ധവുമില്ല. അതാണ് ആദ്യം അവർ പറഞ്ഞ കാര്യം. ഞങ്ങൾക്ക് വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടും ഒരു എതിർപ്പുമില്ല. ഞങ്ങളുടെ എതിർപ്പ് പൂർണ്ണമായും ആസാദിന്റെ സർക്കാരുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ആസാദിന്റെ സർക്കാർ ശരിക്കും ഒരു ന്യൂനപക്ഷ സർക്കാരാണ്. ഭൂരിപക്ഷവുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ സർക്കാരിനെ മാറ്റി ജനങ്ങളുടേതായ ഒരു സർക്കാരിനെ കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ദൗത്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. HTS അവരുടെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ അവർക്ക് പല സ്ഥലങ്ങളിൽ നിന്നും അനുകൂലമായ ചില സഹായങ്ങൾ ലഭിച്ചു തുടങ്ങി. പല ദേശങ്ങളിൽ നിന്നും അയാളുടെ അടുത്തേക്ക് ഒഴുകി വന്ന ശക്തരായ മിലിറ്റന്റുകളുടെ സഹായത്തോടുകൂടി അതിശക്തമായ ഒരു ഭരണക്രമം ഇദ്ലിബിന് ചുറ്റുമായി ഈ സമയത്താണ് ജൊലാനി ശരിക്കും നടപ്പിലാക്കി തുടങ്ങുന്നത്. ജുഡീഷ്യറി സംവിധാനവും പോലീസ് സംവിധാനവും ഒക്കെയുള്ള ഒരു ഭരണക്രമം. ആ ഭരണകൂടം ശരിക്കും അവരുടെ നാണയവും പ്രഖ്യാപിച്ചു. സിറിയൻ നാണയമല്ല അവരുടെ നാണയം. അവരുടെ നാണയം തുർക്കിക്കാരുടെ നാണയമാണ്. തുർക്കിഷ് ലിറ ശരിക്കും ഇദ്ലിബിലെ ഏറ്റവും പ്രചാരമുള്ള നാണയമായി മാറാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. സിറിയ എന്ന രാജ്യത്തിനകത്താണ് ശരിക്കും സിറിയയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു രാജ്യം 2017 മുതൽ അതിശക്തമായി പ്രവർത്തിച്ചു തുടങ്ങിയത്. ആസാദിന്റെ സേന കുറച്ചപ്പുറത്ത് ആലപ്പുഴയിലുണ്ട്. പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരോട് ഇദ്ലിബിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്നാണ് റഷ്യയും തുർക്കിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇദ്ലിബിൽ ജൊലാനിയുടെ ഭരണകൂടം അതിശക്തമായി അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ജൊലാനി ആ ഭരണകൂടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യവും ഒരു വീഡിയോയിലൂടെ ലോകത്തോട് അറിയിച്ചു. സിറിയയിൽ ആ സമയത്തും ഭരിക്കുന്നത് അലാവിറ്റുകളാണല്ലോ. അലാവിറ്റുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിലെ ഒരു പ്രധാന വിഭാഗമായ ഷിയകൾക്ക് ഉള്ളിലെ ഒരു ചെറിയ ഘടകമാണ്. ആ ചെറിയ ഘടകമായ അലാവിറ്റുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാം മതവിശ്വാസത്തിന് അനുസരിച്ചല്ല പ്രവർത്തിക്കുക. ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്ന് ഒരുപാട് ദൂരം മാറി സഞ്ചരിക്കുന്ന ആളുകളാണ് ഈ അലാവിറ്റുകൾ. അവർ ആ യാത്ര അവസാനിപ്പിച്ച് ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ തങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്നാണ് 2018 ജൊലാനി ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ലോകത്തോട് പറഞ്ഞത്. അലാവിറ്റുകളാണ് ആ സമയത്ത് സിറിയൻ സേനയെ നിയന്ത്രിക്കുന്നത്. സിറിയൻ ഭരണകൂടത്തിന്റെ എല്ലാ പ്രധാന സ്ഥലങ്ങളിലുമുള്ളത് അലാവിറ്റുകളാണ്. അവർ ഇസ്ലാം മതവിശ്വാസത്തിന് അനുസരിച്ചല്ല ജീവിക്കുന്നതെന്ന് ലോകത്തോട് പറയാതെ പറയുകയാണ് യഥാർത്ഥത്തിൽ ജൊലാനി ചെയ്തത്. അലാവിറ്റുകൾ ഇസ്ലാം വിരുദ്ധരാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ HTSന്റെ ലക്ഷ്യം സിറിയൻ ഭരണമാണ്. 2017 HTS രൂപീകരിച്ച് ഒരു ഭരണക്രമമൊക്കെ സ്ഥാപിച്ച ആ കാലഘട്ടം മുതൽ ജൊലാനി അനുയോജ്യമായ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആസാദിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്തിന് വേണ്ടി ജൊലാനി അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് 2023 ഒക്ടോബർ മാസത്തിൽ ഗാസയിൽ നിന്ന് ഹമാസിലെ കുറെ ആളുകൾ ഇസ്രയേലിനകത്തേക്ക് കയറിയതും ആയിരക്കണക്കിന് ആളുകളെ വധിക്കുന്നതും. അത്രയും ആളുകളെ വധിച്ചു എന്ന് മാത്രമല്ല അനവധി ആളുകളെ ഹമാസ് തടങ്കിലാക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അതിനുശേഷം ഇസ്രയേൽ ശക്തമായി തിരിച്ചടിച്ചു. ആ തിരിച്ചടിയിൽ ഹമാസ് ഏതാണ്ട് പൊളിഞ്ഞു പാളീസായി.
ഹമാസുമായിട്ടുള്ള ഇസ്രയേലിന്റെ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇസ്രയേലിന്റെ നോർത്തേൺ സൈഡിൽ അതിർത്തിക്ക് അടുത്ത് താമസിക്കുകയായിരുന്ന ഇസ്രയേലി പൗരന്മാരെ നിരന്തരമായ റോക്കറ്റ് ആക്രമണത്തിലൂടെ ഹിസ്ബുള്ള അവിടെ നിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 75,000-ഓളം ഇസ്രയേലി പൗരന്മാർ ലെബനോൺ അതിർത്തിയിൽ നിന്ന് മറ്റ് സ്ഥലത്തേക്ക് പിന്മാറിയിരിക്കുകയായിരുന്നു. അതിന് ഒരു അറുതി വരുത്താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഒരു ആക്രമണം ആരംഭിച്ചത്. ഒരു ഭാഗത്ത് ഇസ്രയേൽ ഹമാസിനെയും അതുപോലെ ഹിസ്ബുള്ളയും നേരിടുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ഇറാനാണ്. ഇറാനുമായിട്ടും ഇസ്രയേൽ ഒന്നിടഞ്ഞു. ഇസ്രയേലിന്റെ അതിശക്തമായ ആക്രമണത്തിൽ ഇറാന് അവരുടെ പരമോന്നത നേതാക്കൾ വരെ നഷ്ടമായിരിക്കുകയാണ്. ഇറാൻ ശരിക്കും ഇസ്രയേലിന് മുന്നിൽ ചൂട് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇറാന് ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടമാണ്. ഹിസ്ബുള്ളയാണ് ആസാദ് സർക്കാരിന്റെ ഒരു സഹായി. അതിനു പുറമെ ആസാദിനെ സഹായിക്കുന്നത് സാക്ഷാൽ റഷ്യയാണ്. റഷ്യ ഈ സമയത്ത് തികച്ചും വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. യുക്രൈനുമായിട്ടുള്ള യുദ്ധം. അനുയോജ്യമായ ഒരു കാലാവസ്ഥ ഉരുത്തിരിഞ്ഞു വരുന്ന കണ്ടതും STS അവരെ സ്പോൺസർ ചെയ്യുന്ന തുർക്കിയെ ഒരു കാര്യം അറിയിച്ചു. അത് സംഭവിക്കുന്നത് 2024 ജൂൺ മാസത്തിലാണ്. ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്ത് ഇദ്ലിബിൽ നിന്ന് അവർ ഡമാസ്കസിലേക്ക് നീങ്ങുമെന്നാണ് തുർക്കിയെ STS അറിയിച്ചത്. തുർക്കി ജൊലാനിക്ക് മൗന അനുവാദം കൊടുക്കുകയും ചെയ്തു. തുർക്കിയിൽ നിന്ന് മൗന അനുവാദം കിട്ടിയ ജൊലാനിയും സംഘാംഗങ്ങളും 2024 ജൂൺ മുതൽ അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. സിറിയൻ ഭരണകൂടമായ ആസാദിന്റെ സർക്കാർ അമേരിക്കയുടെ നിരോധനത്തിന് വിധേയമായ ഒരു ഭരണകൂടമാണ്. അതിന്റെ ഫലമായിട്ട് സിറിയയ്ക്ക് എണ്ണ വിൽക്കാൻ പോലും ഒരുപാട് തടസ്സമുണ്ട്. ഒരുപാട് സാങ്ഷൻസ് സിറിയക്കെതിരെ ഉണ്ട്. അവർ ഇസ്ലാമിക് തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരു രാജ്യമാണ് എന്ന പേരിലാണ് ആസാദിനെതിരെ അമേരിക്കയും സഖ്യകക്ഷികളും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. ആ ഉപരോധം ആസാദിന്റെ ഭരണകൂടത്തിന്റെ സമ്പദ്ഘടനയെ ശരിക്കും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ശരിക്കും ആ ഭരണകൂടത്തിന് ആവശ്യമായ വരുമാനം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഏതാണ്ട് ഇല്ലാതായി തന്നെ പറയാം. വരുമാനം ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായും ഭരണകൂടം ആദ്യം കൈവയ്ക്കുന്നത് ജീവനക്കാരുടെ ശമ്പളത്തിലാണ്. അത് തന്നെയാണ് ആസാദ് സർക്കാരിൽ സംഭവിച്ചത്. പട്ടാളക്കാർക്ക് ശമ്പളമില്ല എന്നതാണ് അവസ്ഥ. ശമ്പളമില്ലാതെ വരുമ്പോൾ ഭരണകൂടത്തോട് കൂറു കാണിക്കാൻ ഒരു കാരണവശാലും ആ പട്ടാളക്കാർക്ക് പറ്റത്തില്ല. പട്ടാളക്കാരുടെ ആത്മവിശ്വാസവും ഭരണകൂടത്തോടുള്ള ആ അടുപ്പവും ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിലാണ് ആസാദിനെ സഹായിച്ചുകൊണ്ടിരുന്ന ഹിസ്ബുള്ളയും ഇറാനും അതുപോലെ റഷ്യയും അവരുടേതായ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നത്. ഏറ്റവും അനുയോജ്യമായ ഒരു സമയം ഇതാ ജൊലാനിക്കും ജൊലാനിയുടെ STSന്റെയും മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ആസാദിന്റെ സേനയ്ക്ക് നേരെയുള്ള അവരുടെ അവസാനത്തെ ആക്രമണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാനായി ജൊലാനി തിരഞ്ഞെടുത്ത തീയതി നവംബർ 27 നവംബർ 27 ഒരു പ്രത്യേകതയുണ്ട്. ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ ഒരു കരാർ ഒപ്പിടുന്ന ദിവസമാണ് ഈ നവംബർ 27. നവംബർ 27 ഈ ഇദ്ലിബിൽ നിന്ന് STSും അവരുടെ സഖ്യകക്ഷിയായ സിറിയൻ നാഷണൽ ആർമിയും ആലപ്പോയിലേക്ക് നീങ്ങി. ആലപ്പോ എന്ന് പറയുന്നത് സിറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ്. ഒരു വൻ സേന ആലപ്പോയെ സംരക്ഷിക്കാനായി ആസാദ് സർക്കാർ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഈ ആലപ്പോയിലേക്ക് STSും സിറിയൻ നാഷണൽ ആർമി SNAയും എത്തിയപ്പോൾ അതിശക്തമായ ഒരു എതിർപ്പ് ആലപ്പോയിൽ അവർക്ക് ലഭിക്കുമെന്നാണ് ലോകം മുഴുവൻ കരുതിയത്. പക്ഷെ അമ്പരപ്പിക്കുന്ന വേഗതയിൽ വെറും 4 ദിവസം കൊണ്ട് ആലപ്പോ STSന്റെയും സിറിയൻ നാഷണൽ ആർമിയുടെയും കയ്യിലായി. യഥാർത്ഥത്തിൽ ആ ആലപ്പോയെ കവർ ചെയ്ത് നിന്നിരുന്ന സിറിയൻ സേന അവരെ കണ്ട് പിന്തിരിഞ്ഞു ഓടുകയാണ് ചെയ്തത്. സേന പിന്മാറാനുള്ള പ്രധാന കാരണം കാലങ്ങളായി അവർക്ക് ശമ്പളം ലഭിക്കാത്തതാണ്. ആസാദ് സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളിൽ അമർഷമുള്ള ഒരുപാട് ആളുകൾ ഈ സിറിയൻ സേനയ്ക്കുള്ളിൽ ഉണ്ടെന്ന് ആലപ്പോ എന്നുള്ള അവരുടെ പിന്മാറ്റം കാണുന്ന ആർക്കും മനസ്സിലാവും. നവംബർ 27, 28, 29, 30 ആയപ്പോൾ ആലപ്പോ ഏതാണ്ട് പൂർണ്ണമായും STSന്റെയും SNAയുടെയും കയ്യിലായി. ആലപ്പോയിലെ ഈ ജൊലാനിയുടെ STSന്റെയും അതുപോലെ സിറിയൻ നാഷണൽ ആർമിയുടെയും വിജയം സിറിയൻ സർക്കാരിനെ മാത്രമല്ല യഥാർത്ഥം ഞെട്ടിച്ചിരിക്കുന്നത്. ഈ സിറിയക്കകത്ത് വിവിധ ശൈലിയിൽ ആക്ട് ചെയ്യുന്ന ധാരാളം മിലിറ്റന്റ് ഗ്രൂപ്പുണ്ട്. ആ മിലിറ്റന്റ് ഗ്രൂപ്പുകളൊക്കെ ഞെട്ടിച്ചെന്ന് പറയാം. ഇത്ര എളുപ്പത്തിൽ ആലപ്പോ നഗരം വീഴുമെന്ന് ആരും കരുതിയതല്ല. ആലപ്പോ നഗരം വീണു എന്ന് കണ്ടതും ഇവിടെ ഈ തെക്ക് ഭാഗത്ത് ജോർദാൻ സ്പോൺസർ ചെയ്യുന്ന ഒരുപാട് മിലിറ്റൻസ് ഈ സൗത്തിലുണ്ട്. അവർ പെട്ടെന്ന് ഗവൺമെന്റ് ഫോഴ്സുകൾക്കെതിരെ ഈ സൗത്തിൽ നിന്ന് അറ്റാക്ക് തുടങ്ങി. സൗത്തിൽ ജോർദാൻ സ്പോൺസർ ചെയ്യുന്ന ആ മിലിറ്റൻസ് സിറിയൻ സർക്കാർ കേന്ദ്രങ്ങൾക്ക് നേരെ അറ്റാക്ക് തുടങ്ങിയ അതേ സമയത്ത്
ഇവിടെ ഈ വടക്ക് കിഴക്ക് കുർദിഷ് സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന മിലിറ്റൻസ് ഉണ്ട്. അവർ നേരെ ദേർ അസർ എന്ന പട്ടണത്തെ ആക്രമിച്ചു തുടങ്ങി. കുർദിഷ് വംശജർ ഇറാഖിലും അതുപോലെ തുർക്കിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇവിടെ സിറിയയുടെ ഈ വടക്ക് കിഴക്കൻ ഭാഗത്ത് അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ കുറെ മിലിറ്റൻസിന് ആയുധവും അല്ലാതെ സപ്പോർട്ട് കൊടുക്കും. ആ മിലിറ്റൻസ് ആണ് ഇവിടെ ഡേർ അസോറിലേക്ക് മാർച്ച് ചെയ്തത്. ശരിക്കും STSന്റെ ഇദ്ലിബിൽ നിന്ന് ആലപ്പയിലേക്കുള്ള ആ യാത്രയാണ് ഇവിടെ ഈ സൗത്തിലും അതുപോലെ വടക്കിഴക്കും റിയാക്ഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നവംബർ 27 ആലപ്പയിലേക്ക് ഇദ്ലിബിൽ നിന്ന് മാർച്ച് ഉണ്ടായത്. 27, 28, 29, 30, 1 ആയപ്പോൾ ആലപ്പ പൂർണ്ണമായും ഈ STSന്റെ കീഴിലായി കഴിഞ്ഞു. ഈ സമയത്ത് ഇവിടെ നിന്ന് ആളുകൾ ജീപ്പിലും കാറുകളിലുമായി സൗത്തിലേക്ക് മൂവ് ചെയ്യണം. സൗത്തിൽ അവരുടെയൊക്കെ ലക്ഷ്യം തൊട്ടടുത്ത നഗരമായ ഹമയാണ്. ഹമയിലേക്ക് ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് വടക്ക് കിഴക്ക് ഭാഗത്തായി തുർക്കി വിമതരുടെ സഹായത്തോടെ മിലിറ്റൻസ് ആക്രമണം നടത്തുന്നത്. അതേ സമയത്താണ് ഏറ്റവും തെക്ക് ഈ ജോർദാന്റെ സഹായത്തോടെ മിലിറ്റൻസ് താഴ്ന്ന് മുകളിലേക്ക് ആക്രമണം നടത്തുന്നത്. അപ്പോൾ തെക്ക് നിന്നും വടക്ക് കിഴക്കെന്നും മുകളിൽ വടക്കെന്നും ഒരേ സമയത്ത് ആക്രമണം നടക്കുമ്പോൾ ആളുകൾ കൂട്ടത്തോടെ മിഡിൽ ഭാഗത്തേക്ക് പലായനം ചെയ്യുകയാണ്. അങ്ങനെ പലായനം ചെയ്യുന്ന ആളുകളുടെ തൊട്ടുപുറകെ STSും സൗത്തിലേക്ക് തിരിച്ചു. STS ഡിസംബർ 5 ഈ ഹമ എന്ന നഗരം ഏതാണ്ട് പൂർണ്ണമായി അങ്ങ് വളഞ്ഞു. അവിടെയൊന്നും അവർക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കത്തക്ക ശൈലിയിൽ സേന ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ആലപ്പോ കീഴടക്കിയോടുകൂടി STSന്റെയും സിറിയൻ നാഷണൽ ആർമിയുടെയും ഏതാണ്ട് ധൈര്യം അങ്ങ് വർദ്ധിച്ചിരുന്നു. ആ ടീം ഒന്നിച്ച് ആലപ്പയിൽ നിന്ന് സൗത്തിലേക്ക് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് പോസ്റ്റുകളൊക്കെ അതിവേഗതയിൽ പിന്മാറി കൊടുക്കുകയായിരുന്നു. ഒരു കൂറ്റൻ സേന നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇരച്ചു വന്നപ്പോൾ ഡിസംബർ 5 ഹമാം വീണു. ഹമാമിന്റെ വീഴ്ച ഉണ്ടായ ഈ സമയത്താണ് റഷ്യയുടെ സഹായം ആദ്യമായി ഈ യുദ്ധത്തിൽ സിറിയയ്ക്ക് ലഭിക്കുന്നത്. റഷ്യൻ യുദ്ധവിമാനങ്ങൾ ഈ വിമത സേനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒത്തിരി തവണ ബോംബ് വർഷം ഈ സമയത്ത് നടത്തിയിരുന്നു. ഇതേ സമയത്ത് തന്നെ ഇസ്രയേൽ അതിർത്തിയിലുള്ള ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇസ്രയേലിന്റെ അറ്റാക്ക് നടക്കുകയാണ്. സിറിയയുടെ എല്ലാ ഭാഗത്തും വെടിയൊച്ചകൾ മാത്രം മുഴങ്ങിയാണ് ഡിസംബർ 5. ഡിസംബർ 5 ഹമ കീഴടക്കിയ STSും SNയും അടുത്തമായി ലക്ഷ്യമിട്ടത് വൻ നഗരമായ ഹോംസ് ആണ്. ശരിക്കും ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഈ ഹോംസ്. ഈ ഹോംസ് പിടിച്ചു നിർത്താൻ സിറിയൻ സേനയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവരുടെ വീഴ്ച എളുപ്പം സംഭവിക്കുമെന്ന് ലോകത്തെമ്പാടുമുള്ള സൈനിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡിസംബർ 5 വൈകുന്നേരം തന്നെ STS SNയുടെ സഹായത്തോടു കൂടി ഹോംസിലേക്ക് നീങ്ങി തുടങ്ങി. ഇതിനിടയിൽ ഒരു ചെറിയ നഗരമുണ്ട് ഹ്യൂംസ്. അതുവഴിയാണ് ആ STS സേന ഇവിടെ ഈ ഹോംസിലേക്ക് വരുന്നത്. ഡിസംബർ 7 ഹോംസിലേക്ക് കടന്ന ആ STS സേന വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ ഹോംസ് പിടിച്ചെടുത്തു. ഡിസംബർ 5 STS ഹമ പിടിച്ചെടുത്ത സമയത്ത് തന്നെ ജോർദാൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മിലിറ്ററി ഗ്രൂപ്പുകൾ ഈ തെക്ക് മേഖലയിലുള്ള ഏറ്റവും വലിയ പട്ടണമായ ദാര പിടിച്ചിരുന്നു. ദാര പിടിച്ചെടുത്ത അവർ അവിടുന്ന് ഡമാസ്കസിലേക്ക് യാത്ര തുടങ്ങുമ്പോഴാണ് ഹമയിൽ നിന്ന് STS ഇവിടെ ഹോംസിലേക്ക് തിരിക്കുന്നത്. ഹോംസ് STS പിടിക്കുമ്പോഴേക്കും ദാര എന്നുള്ള ടീം ഡമാസ്കസിൽ എത്തിക്കഴിഞ്ഞു. ഡമാസ്കസിൽ സദേൺ മേഖലയിൽ നിന്നുള്ള മിലിറ്റൻസ് എത്തി എന്നുള്ള വിവരം അറിഞ്ഞ ഹോംസിലുണ്ടായിരുന്ന STS ഡമാസ്കസിലേക്ക് തിരിച്ചു. ഡിസംബർ 8 സദേൺ മേഖലയിൽ നിന്നുള്ള മിലിറ്റൻസും ഡിസംബർ 9 STSും ഡമാസ്കസിലെത്തി. 2 വ്യത്യസ്ത മേഖലകളിൽ നിന്നായി 2 വ്യത്യസ്ത രാജ്യങ്ങളുടെ സപ്പോർട്ടുള്ള 2 ടീമാണ് ഇപ്പോൾ ഡമാസ്കസിലുള്ളത്. ആ 2 ടീമും ഡമാസ്കസിനെ വളഞ്ഞതും സിറിയൻ പ്രധാനമന്ത്രിയായ മുഹമ്മദ് അൽ ജലാലി ഒരു പ്രസ്താവന ഇറക്കി. സമാധാനപരമായ ഭരണ കൈമാറ്റത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുമെന്നാണ് പ്രസ്താവനയിലൂടെ അദ്ദേഹം പറഞ്ഞത്. ശരിക്കും രക്തരൂക്ഷിതമായ ഒരു ഏറ്റുമുട്ടൽ ഡമാസ്കസിൽ ഉണ്ടാകുമെന്നാണ് സകലരും കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. അതിന്റെ കാരണം തലേ ദിവസം തന്നെ ആസാദ് ഒരു പ്ലെയിനിൽ കിട്ടാവുന്നിടത്തോളം സ്വത്തുക്കളുമായി അവിടെ നിന്ന് റഷ്യയിലേക്ക് പറഞ്ഞതുകൊണ്ടാണ്. ശരിക്കും ഒരു കൊള്ള തന്നെ ആസാദ് നടത്തിയെന്ന് പറയാം. കിട്ടാവുന്നിടത്തോളം സ്വർണവും കറൻസിയും എന്ന് വേണ്ട എന്തൊക്കെ കൊണ്ടുപോകാൻ കഴിയുമോ അതൊക്കെയായിട്ട് ആസാദിന്റെ പ്ലെയിൻ ഡമാസ്കസിൽ നിന്ന് റഷ്യ ലക്ഷ്യമാക്കി പറന്ന് ഉയർന്ന വിവരം വിമതന്മാർ അറിയുമ്പോഴേക്കും ആ വിമാനം മെഡിറ്ററേനിയൻ കടലിന് മുകളിലെത്തിയിരുന്നു. മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിലെത്തിയ ആ വിമാനത്തിന് റഷ്യൻ പോർ വിമാനങ്ങൾ അകമ്പടി സേവിക്കുന്ന കാഴ്ചയാണ്
അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ബാക്കിയുള്ള ആളുകൾ കാണുന്നത്. റഷ്യൻ പോർവിമാനങ്ങളുടെ അകമ്പടിയോടുകൂടി ആസാദ് സുഖമായി റഷ്യയിലെത്തി. 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ സ്വത്തുക്കളാണ് ആസാദ് അടിച്ചുകൊണ്ട് പോയെന്നാണ് ഈ സമയത്ത് വിവിധ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡമാസ്കസിലേക്ക് STSും അതുപോലെ ജോർദാൻ പിന്തുണയുള്ള സേനയെ എത്തിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അവര് ഭരണത്തിൽ കയറി ഇടപെടുകയാണ്. അവരുടെ ആദ്യത്തെ ആ ഇടപെടൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ്. സിറിയൻ ഭരണകൂടത്തിന്റെ മുഖമുദ്രയായിരുന്ന ക്രൂരത അതെന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ അവിടുത്തെ ജയിലുകളിലേക്ക് നോക്കണമെന്ന് സാധാരണ പറയാറുണ്ട്. ആ ജയിലുകളിലേക്കാണ് ഈ വിമതസേന കടന്നു കയറിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ നരക യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജയിലുകളിലേക്ക് കടന്ന ആ STS ആ ജയിലറുകൾ മലർക്ക തുറന്നു. മരണം തൊട്ടുമുന്നിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന പലരും അവരുടെ മുന്നിലുള്ള വാതിൽ വലിച്ചു തുറക്കപ്പെട്ടപ്പോൾ എന്ത് എന്ന് പറയാൻ കഴിയാത്ത ഒരു മൈൻഡ് സെറ്റിലാണ് ആ വാതിലിന് എതിരെ നിൽക്കുന്ന ആളുകളെ നോക്കിക്കണ്ടത്. ശരിക്കും ആ വാതിൽ സാധാരണഗതിയിൽ തുറക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്, അവരുടെ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി. അതല്ലാത്തൊരു വാർത്ത അവർ കേൾക്കുകയാണ്. ഒരുപാട് കേസുകളാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ശരിക്കും ഒരുപാട് കുട്ടികൾ, സ്ത്രീകൾ, മുതിർന്ന പുരുഷന്മാർ ഒക്കെ ജയിലുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി അങ്ങനെ തെരുവിലേക്ക് വരുമ്പോൾ അതൊരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു. ഈ സമയത്ത് ജനം ആസാദിന്റെ കൊട്ടാരത്തിലേക്ക് അങ്ങ് ഇരച്ചു കയറി. ആസാദിന്റെ കൊട്ടാരം ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു സൗധമാണ്. അവിടെ ഇല്ലാത്തതൊന്നുമില്ല എന്ന് പറയാം. എല്ലാ സുഖസൗകര്യങ്ങളുടെയും തണലിൽ ജീവിച്ചിരുന്ന ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ അച്ഛൻ പടുത്തുയർത്തിയ ആ സാമ്രാജ്യത്തിന്റെ മുകളിൽ ക്രൂരതകൾ കൊണ്ട് ഒരു ജനതയെ അടിച്ചമർത്തിയ വ്യക്തിയാണ്. ആ ആസാദിന്റെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറിയ ജനം കണ്ണി കണ്ടതൊക്കെ വലിച്ചു വരിയെടുക്കുകയായിരുന്നു. ശരിക്കും ആസാദിന്റെ ആ സിംഹാസനത്തിൽ ഒരാൾ കയറിയിരിക്കുന്ന ഫോട്ടോ ഈ നിമിഷത്തിൽ ആരോ പകർത്തിയത് പത്രങ്ങളിലേക്ക് പ്രിന്റ് ചെയ്ത് വരികയും ചെയ്തു. ഡമാസ്കസിൽ അങ്ങനെ STSും ജോർദാൻ സ്പോൺസേഡ് മിലിറ്റൻസും സപ്പോർട്ട് ചെയ്യുന്ന ആ സമയത്ത് ജനം അങ്ങനെ ഓഫീസൊക്കെ കൊള്ളയടിക്കുമ്പോൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾ മറ്റു ചിലതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടമാണ് 1972 മുതൽ ഈ 2024 വരെ അവിടെ ഉണ്ടായിരുന്നത്. 60 വർഷത്തെ പാരമ്പര്യമാണ് ആ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ബാത്ത് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. ആ ബാത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായ ഒരു ഭരണ സംവിധാനം സിറിയയിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ ദിവസങ്ങളിൽ ഇല്ലാതായത്. ഇപ്പോ സിറിയയിൽ അതിശക്തമായ ഒരു ഗ്രൂപ്പുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് മുഹമ്മദ് അൽ ജലാനിയാണ്. ഈ ടെലിഗ്രാം ചാനലുകളിൽ ഇപ്പോ STSന്റെ തലവൻ മുഹമ്മദ് അൽ ജലാനിയെ സംബോധന ചെയ്യുന്നത് പ്രസിഡന്റ് ഷാര എന്ന പേരിലാണ്. അതിന്റെ കാരണം ഈ മുഹമ്മദ് ജലാനിയുടെ യഥാർത്ഥ പേരാണ്. അദ്ദേഹത്തിന് യഥാർത്ഥ പേര് അഹമ്മദ് ഹുസൈൻ അൽ ഷാര ആയതുകൊണ്ടാണ്. ആ അഹമ്മദ് ഹുസൈൻ അൽ ഷാരയിലെ ഷാരയെ എടുത്ത് അവർ പ്രസിഡന്റ് ഷാര ആക്കിയിരിക്കുകയാണ്. സിറിയയുടെ പുതിയ പ്രസിഡന്റാണ് ജൊലാനി എന്നാണ് അയാളുടെ അനുയായികൾ പറയുന്നത്. STSന്റെ അനുയായികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സിറിയയിലെ സ്ഥിതി തികച്ചും കോംപ്ലിക്കേറ്റഡ് ആണ്. 2014 മുതൽ 2024 വരെയുള്ള 10 കൊല്ലങ്ങൾ കൊണ്ട് നുസ്ര എന്ന പേരിലും തുടർന്ന് STS എന്ന പേരിലുമായിട്ട് ഇദ്ലിബിൽ 25,000 പേരുള്ള ഒരു സേനയാണ് യഥാർത്ഥത്തിൽ STS ഉണ്ടാക്കിയെടുത്തത്. ആ 25,000 അംഗങ്ങളുള്ള സേന ഉപയോഗിച്ച് സിറിയ പോലുള്ള ഒരു വലിയ രാജ്യത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. STSന്റെ കയ്യിൽ ആകെ ഉള്ളത് ആ 25,000 സേനയാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് സിറിയൻ നാഷണൽ ആർമി എന്ന് വിളിക്കപ്പെടുന്ന SNA ആണ്. SNA യഥാർത്ഥത്തിൽ തുർക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സംഘടനയാണ്. തുർക്കിയുടെ സഹായത്തോടു കൂടി വളർന്നു വന്നിരിക്കുന്ന ആ മിലിറ്റന്റ് ഗ്രൂപ്പാണ് STSന്റെ സഹായികൾ. തുർക്കിയുടെ സപ്പോർട്ടുള്ള ആ SNAയുമായിട്ടാണ് STSന്റെ തലവനായ ജൊലാനി ഡമാസ്കസിൽ ഡിസംബർ 8 എത്തുന്നത്. ഡിസംബർ 8 ജൊലാനി അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ വേറെ ആളുകളുണ്ട്. അവരാണല്ലോ സാക്ഷാൽ സതേൺ ഫ്രണ്ട് എന്ന് പറയുന്നത്. അവർ ജൊലാനിയോട് പറയാതെ പറയുന്നത് ഒരു കാര്യമാണ്, നിങ്ങൾ മാത്രമല്ല ഈ സിറിയയിലെ ആസാദ് സർക്കാരിനെ അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്നവർന്നാണ്. ഇവർക്ക് പുറമെയാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് കുർദിഷ് വംശജരുടെ സഹായത്തോടു കൂടി ആക്രമണം നടത്തിയ ആ STF എന്ന സേന. ശരിക്കും STF ആ വടക്ക് കിഴക്ക് മേഖല ഏതാണ്ട് ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. STSനെ സപ്പോർട്ട് ചെയ്യുന്ന സേന SNA ആണ്.
എ സഹായിക്കുന്നത് തുർക്കിയാണ്. തുർക്കിയെ നഖശിഖാന്തം എതിർക്കുന്ന കുർദിഷുകാരുടെ സേനയാണ് SDF. ആ SDFിന്റെ കീഴിലാണ് ഇപ്പോൾ ഈ വടക്ക് കിഴക്കൻ മേഖല. അവിടേക്ക് SDSനോ SNAക്കോ കടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതേസമയത്ത് ഡമാസ്കസിന് സൗത്തിലുള്ള മേഖല മുഴുവൻ ജോർദാൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന സംഘടന കീഴിലാണ്. എന്ന് പറഞ്ഞാൽ സിറിയ ഇപ്പോൾ 4 അതിശക്തരായ മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ കയ്യിലാണെന്നാണ്. നമ്മൾ അങ്ങനെ പറയുമ്പോഴും ഒരു പ്രധാന വിഭാഗത്തെ വിട്ടുപോകാൻ പറ്റില്ല. അവര് തമ്പടിച്ചിരിക്കുന്നത് ലഡാക്കിലും ടാർട്ടസിലുമാണ്. ഈ ലഡാക്കിലും ടാർട്ടസിലും തമ്പടിച്ചിരിക്കുന്നത് ആസാദിന്റെ സ്വന്തം സേനയാണ്, അലാവിറ്റുകൾ. കഴിഞ്ഞ 50 കൊല്ലം കൊണ്ട് അവർ സേനയുടെ അവിഭാജ്യ ഭാഗമായി മാറിയിരിക്കുകയാണ്. സിറിയൻ സേന എന്ന് പറഞ്ഞ അലാവിറ്റുകളാണ്. ആ അലാവിറ്റുകൾ ഇവിടെ ഈ കോസ്റ്റൽ മേഖലയിലുള്ള മലനിരകൾ ഏതാണ്ട് പൂർണ്ണമായി കൈയടക്കിയിരിക്കുകയാണ്. അലാവിറ്റിന്റെ കയ്യിൽ ആളുകൾ മാത്രമല്ല ഉള്ളത്, അവരുടെ കയ്യിൽ പണമുണ്ട്, ആയുധമുണ്ട്. ശരിക്കും അതിശക്തരാണ് ഈ അലാവിറ്റുകൾ. അവരെ അങ്ങനെ എളുപ്പം SDSനോ SNAക്കോ നേരത്തെ പറഞ്ഞ ആ വടക്കിഴക്കൻ മേഖലയിലെ SDFനോ അല്ലെങ്കിൽ സദേൺ മേഖലയിലെ ജോർദാൻ സ്പോൺസർഡ് മിലിറ്റൻസിനോ കീഴടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ആസാദിന്റെ ഭരണകൂടത്തിന്റെ നട്ടലായിരുന്ന അലാവിറ്റുകൾ ഒരു ഭാഗം കീഴടക്കിയിരിക്കുന്നു. തുർക്കി സ്പോൺസർ ചെയ്യുന്ന SDSും SNAയും ചേർന്ന് വടക്ക് നിന്ന് ഏതാണ്ട് മിഡിൽ ഭാഗം വരെ കീഴടക്കിയിരിക്കുകയാണ്. ഡമാസ്കസും അവരുടെ കീഴിലാണെന്ന് പറയാം. അതേസമയത്ത് ജോർദാന്റെ സപ്പോർട്ടുള്ള സേന തെക്ക് നിന്ന് ഡമാസ്കസ് വരെ ഉണ്ട്. വടക്കിഴക്കൻ മേഖല കുർദിഷയുടെ കയ്യിലാണ്. ഇതിൽ ആരുടെ കയ്യിലേക്കായിരിക്കും സിറിയയുടെ ഭരണം അവസാനമായി എത്തുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിന് പുറമെയാണ് പുറത്തുള്ള ഫോറിൻ പ്ലെയേഴ്സ്. ഇവിടെ ടാർട്ടസിൽ റഷ്യക്കൊരു നേവി താവളമുണ്ട്. ആ നേവി താവളവും അനുബന്ധമായ വ്യോമത്താവളവും സംരക്ഷിക്കാന്നല്ലാതെ റഷ്യക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. അതേ സമയത്ത് ഈ സിറിയക്ക് ചുറ്റുമായുള്ള കുറേ രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് ഇറാനാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാനാണ്. ആ ഹിസ്ബുള്ള ലെബനോണിലും അതുപോലെ സിറിയയിലുമാണ് ഉള്ളത്. ഇറാന്റെ പിടി ഹിസ്ബുള്ളയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിലും ഹിസ്ബുള്ളയ്ക്ക് സിറിയക്കകത്തും അതുപോലെ ലെബനോനകത്തുമുള്ള ആ പിടി ഏതാണ്ട് അയഞ്ഞിരിക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്ക് ഇസ്രയേലിൽ നിന്ന് അത്ര ശക്തമായ അടി കിട്ടിയതാണ് കാരണം. ഇവർക്കൊക്കെ പുറമെയാണ് ഈ സിറിയയിലുള്ള ഭൂരിപക്ഷം ആയ സുന്നികളോട് ആഭിമുഖ്യമുള്ള മറ്റ് അറബി രാജ്യങ്ങളുടെ താല്പര്യം. സൗദി ആയാലും ഖത്തർ ആയാലും സമീപത്തുള്ള മറ്റ് രാജ്യങ്ങളാണെങ്കിലും ഇറാന്റെ ആ ഷിയ മതവിശ്വാസത്തെ സമൂലം എതിർക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഷിയ മതവിശ്വാസിയായ ആസാദിന്റെ ആ ഭരണകൂടം അവസാനിച്ചതിൽ സൗദിക്കും ഖത്തറിനും ഒക്കെ പൊരുത്ത് സന്തോഷമാണ്. ആ സന്തോഷം അവർ സ്വാഭാവികമായിട്ടും ആയുധമായിട്ടും പണമായിട്ടും ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കും. ആ മിലിറ്റന്റ് ഗ്രൂപ്പുകളിലേക്ക് അവരെ എത്തിക്കുമ്പോൾ ഈ സിറിയയുമായി ശരിക്കും കണക്ഷനുള്ള തുർക്കി ഒരു പ്രതിസന്ധിയിലേക്ക് എത്തും. തുർക്കി അവിടെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ്. അത് ഈ കുർദിഷ് കലാപകാരികളാണ്. ആ കലാപകാരികൾ ഈ സിറിയയുടെ ഒരു ഭാഗം ഏതാണ്ട് പൂർണ്ണമായി കീഴടക്കിയിരിക്കുകയാണ്. കുർദിഷികളുടേതായ ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള ഒരു ഉദ്യമത്തിലേക്ക് അത് നീങ്ങുമെങ്കിൽ അത് സിറിയയിൽ ഒരു പ്രശ്നമായി മാറും. എന്ന് പറഞ്ഞാൽ അനവധി പ്രശ്നങ്ങളാണ് സിറിയയിൽ വരാൻ പോകുന്നത്. കഴിഞ്ഞ 60 കൊല്ലത്തെ ബാത്ത് പാർട്ടിയുടെ ഭരണം സിറിയയിൽ ഒരു പരുവത്തിൽ സമാധാനം ഉണ്ടാക്കിയിരുന്നെങ്കിലും വളരെ ന്യൂനപക്ഷമായ അലാവിറ്റുകളുടെ കയ്യിൽ സിറിയയുടെ സകല സമ്പത്തും കേന്ദ്രീകരിച്ചിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണാതിരിക്കാൻ പറ്റത്തില്ല. ആ കേന്ദ്രീകരിക്കൽ കൂടിയാണ് ഇന്നത്തെ പ്രശ്നങ്ങളുടെയൊക്കെ കാതൽ എന്ന് പറയുന്നത്. എന്തായാലും സിറിയ ഒരുപാട് ഉത്തരങ്ങളെക്കാൾ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉന്നയിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെ തികച്ചും അപകടകരമായ ഒരു സംഭവത്തിലേക്ക് ഇത് നീങ്ങുമോ, അതോ മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ ചെറിയ രാജ്യങ്ങളായി സിറിയ മാറുമോ, ഒന്നും പറയാൻ കഴിയത്തില്ല. ഈ കഥ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളുടെ മുന്നിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇവിടെ ഇസ്രയേൽ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സിറിയയിൽ പല വിധത്തിലുള്ള അധികാര കേന്ദ്രങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പലവിധ അധികാര കേന്ദ്രങ്ങൾ ഒരു രാജ്യത്തുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഒരു ദൃഷ്ടാന്തം കൂടി നമ്മൾ കാണുകയുണ്ടായി. ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സേനയ്ക്ക് ഈ കഴിഞ്ഞ ഡിസംബർ 11 ഒരു ഓർഡർ കൊടുത്തു. അറ്റാക്ക് ലെബനോണിലേക്കോ അല്ലെങ്കിൽ ഗാസയിലേക്കോ അല്ല അറ്റാക്ക് ചെയ്യാൻ നെതന്യാഹു ആവശ്യപ്പെട്ടത്, ഗോലാൻ കുന്നിലേക്ക് അറ്റാക്ക് നടത്താനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഗോലാൻ കുന്നിൽ ഉണ്ടായിരുന്ന സിറിയൻ സേനയൊക്കെ ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായി അകത്ത് പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ സേന ടാങ്കുകളുമായി ഗോലാൻ കുന്നിലേക്ക് ഇരച്ചു കയറി. നേരത്തെ ഇസ്രായേലും
സിറിയയും തമ്മിൽ ഗോലാൻ കുന്നിന്റെ പേരിൽ ഒരു യുദ്ധം ഉണ്ടായതാണ്. സമാധാന കരാർ ഒപ്പിട്ടിട്ട് ഇപ്പോ 52 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 52 വർഷങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും ഇസ്രയേൽ ഗോലാൻ കുന്നുകൾ കീഴടക്കിയിരിക്കുന്നു. അതിന്റെ കാരണം കൂടി പറയാതെ പോകുന്നത് ശരിയല്ല. ഈ അടുത്ത കാലത്തായി നടത്തിയ ഒരു സർവേ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ഗോലാൻ കുന്നുകൾക്കടിയിൽ വൻതോതിൽ എണ്ണ ശേഖരമുണ്ട്. ഇസ്രയേൽ എന്ന രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ മുഴുവൻ എണ്ണയും ഗോലാൻ കുന്നുകളിൽ ഉണ്ടെന്നുള്ള വാർത്ത സ്വാഭാവികമായും ഇസ്രയേൽ കാണാതെ പോകത്തില്ലല്ലോ. ആ ഗോലാൻ കുന്നുകൾ ഇസ്രയേലിന്റെ കൈവശമായിരുന്നുവെങ്കിൽ അവരുടെ എണ്ണ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായനെ എന്ന് ഇസ്രയേൽ ചിന്തിച്ചു തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇതാ ആ അവസരമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. നോക്കുക, ഇസ്രയേലിന് ഗോലാൻ കുന്നുകൾ നേടിക്കൊടുക്കാൻ വേണ്ടിയാണോ സിറിയയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. എന്തായാലും സിറിയ എന്ന രാജ്യത്തെ വെട്ടിക്കീറി മുറിക്കുന്നതിന്റെ ആദ്യത്തെ ഘട്ടമായി നമുക്ക് ഗോലാൻ കുന്നുകൾ ഇസ്രയേൽ കൊണ്ടുപോയതിനെ ഉപമിക്കാം. ഇപ്പോ ആ ഗോലാൻ കുന്നുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഒരു ഭാഗം കുർദുകളുടെ കൈവശമാണ്. ബാക്കി ഭാഗമൊക്കെ STSഉം SNAയും അതുപോലെ ജോർദാൻ സ്പോൺസർഡ് സംഘടനയും വെച്ചിരിക്കുന്നു. പിന്നെ ഒരു ഭാഗമുള്ളത് റഷ്യയുടെയും അതുപോലെ അലാവിറ്റുകളുടെയും കയ്യിലാണ്. ഒരുപാട് ആളുകൾ ആ രാജ്യത്തെ വീതം വെച്ചെടുത്തു എന്ന് പറയാം. സിറിയയിലെ പ്രശ്നങ്ങൾ ഉത്തരങ്ങളെക്കാൾ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉയർത്തുന്നത്. മധ്യേഷ്യയുടെ ഭാവിയെ തന്നെ ശരിക്കും പ്രതികൂലമായി ബാധിക്കാൻ ഇടയുള്ള അനവധി ചോദ്യങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. 1001 രാവുകൾ എന്ന ആ അറബി കഥാസമാഹാരത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരാളും 2 നഗരങ്ങളിൽ കണ്ണുടക്കി പോകും. അതിലൊന്ന് ബാഗ്ദാദും മറ്റൊന്ന് ഡമാസ്കസുമാണ്. ഡമാസ്കസിനെ സ്പർശിക്കാതെ ആ കഥകൾക്ക് മുന്നോട്ട് പോകാനാവില്ല. ലോകത്ത് ഇത്രയും സുന്ദരമായ വേറൊരു സ്ഥലമില്ല എന്നാണ് ആ കഥകളിലൊക്കെ പറയുന്നത്. ആ സുന്ദരമായ നഗരമാണ് ഇപ്പൊ ഇതാ ഒരുപാട് കലാപങ്ങളുടെ കേന്ദ്രബിന്ദുവായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാലം ഇതിനൊക്കെ ഒരു മറുപടി നൽകുമെന്ന പ്രതീക്ഷയിൽ ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ കഥ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.